പരിപൂർണ ശ്രീരാമ ഭക്തനായിരുന്ന ഗാന്ധിജി പറയാണ്, ഇന്ത്യ രാജ്യം വികസന രാജ്യമാകണമെങ്കിൽ, ഈ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ ഇന്ത്യയിൽ ഉമറിന്റെ ഭരണമുണ്ടാകണം. ലോകത്തുള്ള എല്ലാവരും അംഗീകരിക്കുന്നു ഉമറിനെ. ബെർണാഡ് ഷാ ഉമറിനെ പറ്റി എഴുതുന്നുണ്ട്, ഗാന്ധിജി ഉമറിനെ പറ്റി എഴുതുന്നുണ്ട്, നെഹ്റു ഉമറിനെ പറ്റി എഴുതുന്നുണ്ട്. ലോകം കണ്ട വലിയ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയനെ പറ്റി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. മഹാനായ ഒരു ചക്രവർത്തിയായിരുന്നു നെപ്പോളിയൻ. അദ്ദേഹത്തിന്റെ ഭരണം ഭയങ്കരമായ ഒരു ഭരണമാണ്. അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്, രണ്ടേ രണ്ടാഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കിനി ബാക്കിയുള്ളത്. രണ്ടേ രണ്ടാഗ്രഹങ്ങൾ. അദ്ദേഹം പറയുന്നു, ഒന്ന്, ഐ വാണ്ട് ടു റെയിൻ ദ ഹോൾ വേൾഡ്. ഈ ലോകം മുഴുവനും എനിക്ക് ഭരിക്കണം. എൻ്റെ ഒരു ആഗ്രഹം അതാണ്. ഐ വാണ്ട് ടു റെയിൻ ദ ഹോൾ വേൾഡ്. ഈ ലോകം മുഴുവനും എനിക്ക് ഭരിക്കണം. എൻ്റെ ഒന്നാമത്തെ ആഗ്രഹം അതാണ്. എന്നാൽ എൻ്റെ രണ്ടാമത്തെ ആഗ്രഹം ആസ് ലൈക്ക് ഹസ്രത്ത് ഉമർ. എൻ്റെ രണ്ടാമത്തെ ആഗ്രഹം ലോകം മുഴുവനും എൻ്റെ കാൽ കീഴിൽ വന്നാൽ ഉമറിനെ പോലെ ഒരു ഭരണാധികാരിയായി എനിക്ക് മാറണം. ആരെ പറ്റിയിട്ട് ആ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ പറയുന്നത്? എന്റെയും നിങ്ങളുടെയും നേതാവായ ഇസ്ലാമിക ചരിത്രത്തിലെ ജാജ്വലമായ പ്രോജ്വലമായ ചരിത്രത്തിന്റെ അനർഘ മുഹൂർത്തങ്ങളെ, നിമിഷങ്ങളെ എഴുതി ചേർത്ത മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ ഉമറിനെ ലോകത്തുള്ള നായകന്മാര്, മഹാന്മാരായ ചിന്തകന്മാര്, മഹാന്മാരായ എഴുത്തുകാര്, മഹത്തുക്കളായ ചക്രവർത്തിമാര് ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ മാതൃകയാക്കുകയാ. ഉമറിനെ പോലെ രാജ്യം മാറണമെന്ന് ഗാന്ധിജി ആഗ്രഹിക്കുന്നു. ഉമറിനെ പോലെ തനിക്കായി മാറണമെന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ട് ആഗ്രഹിക്കുന്നു. ഒരു ദിവസം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ പ്രസിഡന്റിനെ കാണാൻ വലിയ വലിയ കിസ്റയുടെ കൈസറിന്റെ കൊട്ടാരത്തിലെ പ്രതിനിധികൾ വന്നു. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും വലിയ പണമുള്ള അധികാരമുള്ള രാജ്യം അമേരിക്കൻ പ്രസിഡന്റ് വരിക നമ്മുടെ നാട്ടിലെ അധികാരിയെ കാണാൻ. ജപ്പാനിൽ നിന്നും റഷ്യയിൽ നിന്നും UK നിന്നും ഒക്കെ ആള് വരുക നമ്മുടെ നാട്ടിലെ പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയോ ഒക്കെ കാണാൻ. ഇതുപോലെ ആ കിസ്റയിൽ നിന്നും കൈസറിൽ നിന്നും ഒക്കെ ആള് വരുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ പേർഷ്യൻ ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിലെ പ്രതിനിധികള് അമീറുൽ മുഅ്മിനീനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടിയിട്ട് മദീനയിൽ വന്നു. വരുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഉമറിന്റെ കൊട്ടാരം ലോകത്തിന്റെ 4/3 ഭാഗങ്ങളും കാൽ കീഴിലിട്ട് ഭരിക്കുന്ന ലോകത്തെ 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെ അധിപതിയായ ഉമറുൽ ഫാറൂഖ് എന്ന ഭരണാധികാരിയുടെ മദീനത്തെ മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും പതിക്കപ്പെട്ട, തങ്ങൾക്ക് വലിയതായ സ്വീകരണം നൽകപ്പെടുന്നതായ, തങ്ങൾക്ക് ഒരുപാട് ഭക്ഷണത്തളികകളിൽ ഭക്ഷണം വിളമ്പപ്പെടുന്നതായ ഉമറിന്റെ കൊട്ടാരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പ്രതിനിധികൾ ഇങ്ങനെ വരുമ്പോ ഉമറിന് അങ്ങനെ ഒരു കൊട്ടാരം ഇല്ല, അങ്ങനെ ഒരു കൊട്ടാരമൊന്നുമില്ല. ആകെ മദീനത്തെ പള്ളിയിലാ ഉമറിന്റെ ഭരണസിരാ കേന്ദ്രം. ഉമർ അവിടെ ഇല്ല. ഉമറിനെ അന്വേഷിച്ച് അവരിങ്ങനെ നടന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീടെന്ന് പറയുന്ന വീട്ടിന്റെ മുമ്പിലെത്തി. എന്താ അവസ്ഥ? ഇവിടെ കുറെ ആളുകളുണ്ടല്ലോ, അധികാരം കിട്ടിയാൽ ഉടൻ തന്നെ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ കട്ട് തിന്ന് കറങ്ങി മുടിക്കുന്ന കോടികൾ ഈ രാജ്യത്തെ നശിപ്പിച്ചു കളയുന്ന ഭരണാധികാരി. അവര് പഠിക്കണം ആരാ ഉമർ. ഉമറിനെ അന്വേഷിച്ച് അവസാനം ഉമറിന്റെ വീട്ടിന്റെ മുമ്പിലെത്തി. ചോർന്നൊലിക്കുന്ന ഒരു ചെറ്റക്കൂര. പുറത്തു നിന്നവർ വിളിച്ചു ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ ഇവിടെയുണ്ടോ? അകത്തു നിന്നും ഒരു സ്ത്രീ ശബ്ദം മാത്രം പുറത്തു വന്നു, ഇല്ല, ഉമർ ഇവിടെ ഇല്ല. എവിടെ പോയി? പുറത്തു പോയേക്കുക. പുറത്തു പോയെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കല്ലേ. നമുക്കൊക്കെ അറിയാവുന്ന അധികാരി പുറത്തു പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് കുറെ അധികാരികളുണ്ട്. അധികാരം കിട്ടി പിറ്റേന്ന് തന്നെ പാസ്പോർട്ട് മേടിച്ച് കോട്ട് വിട്ട് പുറത്ത് നാട് ചുറ്റാൻ പോയ ആളുകളുണ്ട്. അങ്ങനാന്ന് കരുതല്ലേ. വിശപ്പ് കൊണ്ട് വീട്ടിൽ ഇരിക്കാൻ പറ്റാതെ പുറത്തോട്ട് പോയേക്കുക. അവരന്വേഷിച്ച് നടന്നു. അവസാനം കിട്ടിയത് എവിടെ നിന്നാണെന്നറിയോ? ഒരു മുന്തിരിത്തോട്ടത്തിന്റെ തണലില് വിശപ്പ് കൊണ്ടിരിക്കാൻ പറ്റാതെ ഒരു കല്ലിൽ തലവെച്ച് കിടന്നുറങ്ങുക ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇങ്ങനൊരു ഭരണാധികാരി ഇന്ത്യക്ക് വേണമെന്ന് ഗാന്ധിജി പറഞ്ഞത് വെറുതെയാണോ? ചിന്തിച്ചു നോക്കണം, വെറുതെയാണോ?
ഇവിടെ അധികാര കൊള്ളയല്ലേ നടക്കുന്നത്? തെരുവില് പോക്കറ്റടിച്ച് ജീവിക്കുന്ന പോക്കറ്റടിക്കാരന്റെ ലാഘവത്തോടുകൂടി ജനാധിപത്യത്തെ കൊള്ളയടിക്കുന്ന പിശാചുക്കൾ രാജ്യത്തിന്റെ ഭരണം കൈയാളുമ്പോൾ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്തിട്ട്, മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്തിട്ട്, വോട്ട് കൊള്ളയടിച്ചിട്ട് അധികാരത്തിൽ കയറുന്നവരെ നമുക്കറിയുള്ളൂ. അധികാരത്തിന്റെ ഹുങ്ക് കാണിക്കുന്നവർ, അധികാര കസേരയിൽ തങ്ങൾക്ക് എന്തും പറയാം, തങ്ങൾക്ക് എന്തും കാണിക്കാൻ, ചോദ്യം ചെയ്യുന്നവനെയൊക്കെ എന്തെങ്കിലുമൊക്കെ UAPA ചുമത്തി, NIA മീഡിയം കൊണ്ടുവന്ന് കള്ളക്കേസുകൾ ചുമത്തി വർഷങ്ങളോളം കരിങ്കേസുകളിൽ കുടുക്കി ജയിലിലടച്ചുകൊണ്ട് ജീവിതം നശിപ്പിക്കാൻ അറിയാവുന്ന ഭരണാധികാരികളെ നമുക്കറിയുള്ളൂ. എന്നാ അറിയോ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തിട്ട് എന്താ നടന്നെന്നറിയോ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ജനങ്ങളുടെ മുമ്പിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു പ്രഭാഷണം നടത്തുകയാ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ വിളിക്കുകയായ, അയ്യുഹന്നാസ്, അല്ലയോ എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഭരണീയരെ. ഉമർ റളിയല്ലാഹു അൻഹു അവരെ അഭിസംബോധന ചെയ്യുകയാ, ഇന്നി ഖദ് ഉല്ലീതു അലൈക്കും, നിങ്ങളുടെ മേലുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട നിങ്ങളുടെ ഖലീഫയാണ്, ഭരണാധികാരിയാണ് ഞാൻ. പക്ഷേ ഉമർ പറയുന്നു, ലസ്തു ബിഖിയാരിക്കും, എന്നാൽ നിങ്ങളെക്കാൾ ഒരു നന്മയും ഒരു ക്വാളിറ്റിയും ഇല്ലാത്തവനാ ഞാൻ. ഞാനാണ് വലിയ അധികാരിയാകാൻ സ്ഥാനമുള്ളവനെന്ന് പറഞ്ഞില്ല. ഈ നാട്ടിലെ ഏറ്റവും നല്ലവൻ ഞാനാണെന്ന് പറഞ്ഞില്ല. എനിക്കാണ് എല്ലാ ക്വാളിറ്റിയും എന്ന് പറഞ്ഞില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ലാത്ത എന്നെ നിങ്ങളുടെ അധികാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാ. അതുകൊണ്ടൊന്ന് പറയട്ടെ എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഖലീഫയായി ഞാൻ നിങ്ങളുടെ അടുക്കൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഞാനൊരു കാര്യം പറയട്ടെ, എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയാൽ നിങ്ങൾ എന്നെ ആ വിഷയത്തിൽ സഹായിക്കുക, എന്റെ തെറ്റ് തിരുത്താൻ, നന്മയുടെ മാർഗങ്ങളിൽ നിങ്ങൾക്കിടയിൽ ഭരണം നടത്താൻ നിങ്ങൾ എന്നെ സഹായിക്കണേ എന്ന് മഹാനായ ഉമർ പറയുകയാ. എന്നിട്ട് രണ്ടാമത് ഉമർ പറയുന്നത് എന്തെന്നറിയുമോ? ആ ഉമർ പറയുകയാണ്, എന്നാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ നീതി നിഷേധിച്ചാൽ, ഞാൻ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അവകാശങ്ങൾ നിഷേധിച്ചാൽ, നേരായ മാർഗങ്ങളിൽ നിന്നും മാറിയിട്ട് വളഞ്ഞ മാർഗത്തിലൂടെ ഞാൻ പോയാൽ, ഫഖൗമിനി, എന്നെ ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ നന്നാക്കുക. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ജനങ്ങളുടെ മുമ്പിൽ ഇപ്രകാരം ഒരു പ്രഭാഷണം നടത്തുമ്പോ, എനിക്ക് തെറ്റുപറ്റിയാ നിങ്ങൾ എന്നെ തിരുത്തുക, എന്നാലും മനഃപൂർവ്വം നീതി നിഷേധം നടത്തിയാ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്ത് നന്നാക്കുക. ഉടൻ തന്നെ ഇത് കേട്ടതും സാധാരണക്കാരിലെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ചാടി എഴുന്നേറ്റിട്ട് തന്റെ ഉടവാൾ ഊരി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഉമറിനോട് പറയുന്നു, ഉമറേ, താങ്കൾ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും തെറ്റ് ഞങ്ങളോട് കാണിച്ചാൽ ഞങ്ങളുടെ വാളിന്റെ വായ്ത്തല കൊണ്ട് താങ്കളെ ഞങ്ങളും നിലയ്ക്ക് നിർത്തും ഉമറേ. അറിഞ്ഞോണ്ട് വല്ല തെറ്റും ചെയ്താൽ ഈ വാളിന്റെ മൂർച്ച കൊണ്ട് ഞങ്ങൾ ചോദ്യം ചെയ്യും, ഞങ്ങൾ താങ്കളെ നന്നാക്കും ഉമറേ എന്ന് ഉമർ റളിയല്ലാഹുവിനോട് തിരിച്ചു മറുപടി പറയാ. നമ്മളെ ഇന്ന് വല്ല ആയിരുന്നെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഭരണാധികാരികളായ ജിയെ നോക്കിയിട്ട് തെറ്റ് കാണിച്ചാൽ ഞങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം വീട്ടിലേക്ക് NIA വരും, സ്ഥാപനങ്ങളിലേക്ക് ED വരും, പിന്നെ കുറെ കേസ് വരും, പിന്നെ UAPA ചുമത്തി ജയിലിൽ കൊണ്ടുപോയിടും. എന്നാൽ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ വാളിന്റെ വായ്ത്തല കൊണ്ട് നിന്നെ ഞങ്ങൾ തിരുത്തും ഉമറേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു മനുഷ്യൻ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കണ്ണീരൊഴുക്കി പറയുന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. ഞാനൊരു തെറ്റ് ചെയ്താൽ ഉടൻ തന്നെ എന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ജനതയെ നീ എനിക്ക് നൽകിയല്ലോ, നിനക്കാണ് റബ്ബേ സർവസ്തുതിയും. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയാ. നമ്മളും ചിന്തിച്ചു നോക്കെ, ഇങ്ങനെയൊക്കെ ഒരു ഭരണമുണ്ടോ? ഇങ്ങനെയൊക്കെ ഒരു ഭരണാധികാരി ഉണ്ടോ? രാജ്യം ഏറ്റവും വലിയ ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുക. ബംഗ്ലാദേശിനെയും പിന്തള്ളി, പാകിസ്ഥാനെയും പിന്തള്ളി ഇന്ത്യ രാജ്യം ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുക.
സാമ്പത്തിക മാന്ദ്യം വന്നുകൊണ്ടിരിക്കുക. GST നോട്ട് നിരോധനവും ഒക്കെ പാവപ്പെട്ട കച്ചവടക്കാരുടെ നട്ടെല്ലൊടിച്ചു. നിങ്ങൾക്കറിയോ, നോട്ട് നിരോധനത്തോടുകൂടി GST അടിച്ചേൽപ്പിച്ചതിലൂടെ ഈ രാജ്യത്തെ എത്രയോ വലിയ കമ്പനികളാ പൂട്ടപ്പെട്ടത്. എത്രയോ കമ്പനികൾ പൂട്ടപ്പെട്ടു ഇന്ത്യ രാജ്യത്ത്. തൊഴിലില്ലായ്മ രൂക്ഷമായി. പാവപ്പെട്ട ജനങ്ങൾ പട്ടിണിയിലാണ്, ജനങ്ങൾ കഷ്ടപ്പാടിലാണ്. കേറിക്കിടക്കാൻ ഒരു കിടപ്പാടം പോലുമില്ലാതെ റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലും പുറംപോക്കുകളിലും തെരുവുകളിലുമെല്ലാം തുണി വലിച്ചു കെട്ടി ടെന്റ് കെട്ടിയിട്ട് പാവപ്പെട്ട ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാ. പട്ടിണി മാറ്റാനുള്ള ഭക്ഷണമില്ല അവർക്ക്. ഒരു നേരം ശുദ്ധമായ വെള്ളം കുടിക്കുവാനുള്ള മാർഗങ്ങളില്ല. നമ്മൾ കാണില്ലേ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പ്രിയപ്പെട്ട മാതാവ് മരിക്കുമ്പോ, പ്രിയപ്പെട്ട ഭർത്താവോ ഭാര്യയോ പിഞ്ചുമക്കളോ മരിക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ പോലും ഹോസ്പിറ്റലുകളിൽ ആംബുലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ആശുപത്രിയിൽ നിന്നും സൈക്കിളിന്റെ പിന്നിൽ നമ്മള് സാധനങ്ങള് കടകളിൽ നിന്ന് സൈക്കിളിന്റെ പിന്നിൽ കെട്ടിവെച്ചുകൊണ്ട് വരൂലേ, അതുപോലെ മരണപ്പെട്ടുപോയ പിഞ്ചുമക്കളുടെയും മാതാവിന്റെയും പിതാവിന്റെയും ശരീരം സൈക്കിളിന്റെ പിന്നിൽ ക്യാരിയറിൽ വലിയ മീൻ ഇങ്ങനെ വെച്ച് കൊണ്ടുപോകുന്ന പോലെ കെട്ടിവെച്ച് കലയും തലയും കാലും ഒക്കെ ഭൂമിയിൽ കിടന്ന് ഒരയുന്ന രീതിയിൽ കെട്ടിവെച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വിധിക്കപ്പെട്ട രാജ്യത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങളുണ്ട്. അവിടെയാ ഗാന്ധിജി പറഞ്ഞത് ഉമറിന്റെ ഭരണം വേണം. ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്യുന്നതെന്താ? കോടികൾ കട്ടുമുടിക്കുകയാണ്, കോടികൾ തിന്നുമുടിക്കുകയാണ്. അയൽ രാജ്യങ്ങളിൽ നിന്നും ജനപ്രതികൾ കാണാൻ വരുമ്പോ സ്വന്തം പേര് സ്വർണത്തിന്റെ നൂലിലകൾ കൊണ്ട് തുന്നിവെച്ചിരിക്കുന്ന 15 ലക്ഷം രൂപയുടെ കോട്ട്, ആ കോട്ട് ഇട്ടുകൊണ്ട് അയൽ രാജ്യത്തെ പ്രതിനിധികളെ സ്വീകരിച്ച ഭരണാധികാരികളെ നമുക്കറിയാം. എന്നാൽ അറിയോ, ഉമറിനെ കാണാൻ വേണ്ടി അയൽ നാട്ടിലെ പ്രതിനിധികൾ വരുമ്പോ അന്ന് ഉമർ റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്ന അധികാരത്തിന്റെ സ്ഥാനവസ്ത്രത്തിൽ 14 ഭാഗങ്ങളിൽ തുണ്ടം വെച്ച് തച്ചിരിക്കുക. ഇതാണ് ഒരു ഭരണാധികാരി എന്ന് പറയുന്നത്. ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആദിരാത്രിയുടെ നിശബ്ദതയിൽ ഉമറിന് ഉറക്കമില്ല. ഉമർ എഴുന്നേറ്റ് പൊട്ടിക്കരയാ, റബ്ബേ നീ എന്നെ ഏൽപ്പിച്ച അധികാര പരിധിക്കുള്ളിൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതീരത്തെങ്ങാണം ഒരാട്ടിക്കുട്ടി പട്ടിണി കിടന്ന് ചത്തുപോയാൽ ഈ ഉമർ അതിന് മറുപടി പറയേണ്ടി വരുമല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് കരയുമായിരുന്നു മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതാ ഒരു ഭരണം എന്ന് പറയുന്നത്, ഇതാ ഒരു ഭരണാധികാരി എന്ന് പറയുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലൊരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ചെന്നപ്പോ, നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? പള്ളിയുടെ വരാന്തകളിൽ കുറെ ആളുകൾ നിന്നിട്ട് ഭിക്ഷ യാചിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തരണം, ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഭിക്ഷ യാചിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു ഗവർണറെ വിളിച്ചു, ഇതെന്താ ഇത്? ഈ നാട്ടിൽ സക്കാത്തിന്റെ സംവിധാനം ഒന്നുമില്ലേ? ഇവർക്കൊക്കെ എന്തു പറ്റി? ഇവർക്ക് ഭക്ഷണവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത എന്താ? ഉടനെ ഗവർണർമാർ അറിയിച്ചു, ഇവിടെ സക്കാത്തുണ്ട്, സക്കാത്തൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇവര് മുസ്ലിമീങ്ങളല്ല, മുസ്ലിം അല്ലാത്തവർക്ക് സക്കാത്ത് കൊടുക്കാൻ വകുപ്പില്ല, അതാണ് പ്രശ്നം. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു എന്ന് ചോദിച്ചു, എങ്കിൽ ഈ രാജ്യത്തെ പൗരന്മാരെന്നുള്ള നിലയിൽ ഇവരുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങാറില്ലേ, ജിസിയ വാങ്ങാറില്ലേ? അമുസ്ലിമുകളുടെ കയ്യിൽ നിന്ന് വാങ്ങാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, കല്ലഫ്തുമൂഹുൽ ജിസിയത ഹത്താ ഇദാ ലഉഫ തറക്തുമൂഹും, അമുസ്ലിമുകളുടെ ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ജിസിയയും ടാക്സും ഒക്കെ കൃത്യമായി പിരിച്ചു വാങ്ങിയിട്ട് അവരിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെ തെണ്ടാൻ പറഞ്ഞു വിടുകയാണോ? ഈ ആളുകൾക്കെല്ലാം അവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള, ഭക്ഷണത്തിന് ആവശ്യമുള്ള, പാർപ്പിടത്തിന് ആവശ്യമുള്ള പണം ഇസ്ലാമിന്റെ പൊതു ഖജനാവിൽ നിന്നും എടുത്ത് ചെലവാക്കാൻ ഉത്തരവിടുകയുണ്ടായി സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അല്ലാതെ മതം നോക്കി വീട് പൊളിച്ച് നടക്കുന്ന വർഗീയവാദിയായിരുന്നില്ല. മതം നോക്കിയിട്ട് തെരുവോരങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ഒരു ഭരണ രാക്ഷസനായിരുന്നില്ല സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. തെറ്റുകൾ കാണിച്ചാൽ ആർക്കും തന്നെ ചോദ്യം ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നു. അവരെ ഭീകരവാദിയാക്കുന്നില്ല. നമ്മളെന്ന് കാണുന്ന എന്താ? തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചാൽ അവൻ ഭീകരവാദി. അങ്ങനെയുള്ള മാധ്യമങ്ങളെ തകർത്ത് തരിപ്പണമാക്കുക, അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ ഭീകരവാദ പട്ടികയിൽ കുടുക്കിയിട്ട് നിരോധിക്കുകയോ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യുക, തന്നെ ചോദിക്കുന്നവരെയെല്ലാം ജയിലിലടക്കുക, അതിക്രൂരമായി അവരെ കശാപ്പ് ചെയ്യുക, വെറും വിചാരണ തടവുകാരായി തന്നെ വർഷങ്ങളോളം അവരുടെ ജീവിതം തകർത്ത് കളയുക. എന്നാൽ
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം അങ്ങനെയായിരുന്നോ? നമ്മൾ പഠിക്കണം. ഞാൻ പറയുന്നത് എന്റെ യുവസമൂഹം പഠിക്കണം മക്കളെ. ഉമർ ആരായിരുന്നു എന്ന് പഠിക്കണം. ഉമറിന്റെ ഭരണം എന്തായിരുന്നു എന്ന് പഠിക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചില സഹാബാക്കൾ ഒരു വിഷമമായിട്ട് വന്നു. എന്താ വിഷമം? ഇസ്ലാമില് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ മഹർ കൊടുക്കണം. മഹർ കൊടുക്കണം. ഈ മഹറിന് അങ്ങനെ പരിധിയൊന്നുമില്ല. എത്ര വേണേലും മഹർ വാങ്ങിക്കാം. എത്ര വേണേലും മഹർ പെണ്ണിന്റെ അവകാശമാണ്. പെണ്ണത് ചോദിച്ചു വാങ്ങിക്കും. ഇതാ ഇസ്ലാം. നമുക്കിന്ന് മഹർ എന്നൊക്കെ പറയുന്നത് ഒരു 30 ഗ്രാം 40 ഗ്രാം അതിനപ്പുറത്തൊക്കെ ഒന്നും ആരും കൊടുക്കൂല. മഹറിന്റെ കാര്യം പറയുമ്പോൾ ഗ്രാമിന്റെ കണക്കും സ്ത്രീധനത്തിന്റെ കാര്യം പറയുമ്പോ കിലോയുടെ കണക്കുവാ. അപ്പൊ അങ്ങനല്ലേ? അപ്പൊ അവനൊക്കെ പോയി ഇപ്പൊ കിലോ കണക്കിന് ആ സ്വർണം 101 കിലോ 101 കിലോ സ്വർണം കൊടുക്കുന്നതാ ചില ആളുകള്. എത്ര എടുത്ത് നമ്മൾ കാണുക? 101 പവൻ സ്വർണം. ഈ സ്വർണമൊക്കെ ഇട്ട് എടുപ്പു കുതിരയെ പോലെ പെണ്ണിങ്ങനെ നിൽക്കുക. എന്നിട്ട് മഹറിന്റെ കാര്യം പറയുമ്പോഴോ ഒരു 40 ഗ്രാമിനപ്പുറമൊന്നും മഹർ ഞാൻ എവിടെ കേട്ടിട്ടില്ല. 40 ഗ്രാമിനപ്പുറത്തൊന്നും അങ്ങനെ മഹർ ഇല്ല, പറയാറില്ല. മഹറൊക്കെ അത്രയുള്ളൂ. റസൂലുള്ളാഹി പഠിപ്പിച്ചത് എന്താണെന്നറിയോ? അഹഖു ശുറൂതു അൻ തൂഫു ബിഹി മസ്തഹ്ലൽതും ബിഹിൽ ഫുറൂജ്. വിവാഹത്തിന്റെ സദസ്സുകളിൽ ചർച്ച ചെയ്യപ്പെടാൻ അർഹതയുള്ള ഒരേ ഒരു സാമ്പത്തിക ഇടപാട് സ്ത്രീധനമോ അല്ല, പോക്കറ്റ് മണിയല്ല, അച്ചാരമല്ല, പിന്നെന്താ? മഹർ എത്ര കൊടുക്കും? ഇവനെ ഈ പെണ്ണിനെ അങ്ങോട്ട് ഭാര്യയായി കൊടുക്കുന്നതിന് പകരം അവളുടെ ശരീരത്തിലൊന്ന് തൊടുന്നതിന് മഹർ കൊടുക്കണം. അവള് ചോദിക്കുന്ന മഹർ കൊടുക്കണം. അതാ ഇസ്ലാം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അങ്ങനെ. ചോദിക്കുന്ന മഹർ കൊടുക്കണം. അപ്പോ ഈ പെണ്ണുങ്ങളൊക്കെ വലിയ മഹർ ചോദിക്കുക. നമ്മൾ ഇന്ന് സ്ത്രീധനം ചോദിക്കുന്ന പോലെ. ചില സഹാബാക്കൾ വന്നിട്ട് ഉമർ റളിയല്ലാഹുവിനോട് വിഷമം പറഞ്ഞു, ഇതിലൊന്ന് ഇടപെടണം. ഈ മഹറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അതുകൊണ്ട് ഈ മഹറിന്റെ കാര്യത്തിൽ ഒരു പരിധി, അതിനപ്പുറത്തേക്ക് ചോദിക്കരുത് എന്ന് സ്ത്രീകളോടൊന്ന് പറയണം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു രാജ്യത്ത്. ഇനി മുതൽ മഹർ അധികമായി ചോദിച്ച് ഈ പുരുഷന്മാരെ ബുദ്ധിമുട്ടിക്കരുത്. ഒരു പരിധി നിശ്ചയിച്ച് അതിനപ്പുറത്തേക്ക് മഹർ പോകരുത്. അതിനപ്പുറത്തേക്ക് മഹർ ചോദിക്കാൻ പാടില്ല. അങ്ങനെ ഈ തീരുമാനമായി മുന്നോട്ട് പോകുമ്പോഴാ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു റോഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ഒരു സ്ത്രീ വന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു നിർത്തി. നമ്മൾ ആ ചരിത്രം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. വില്ലാളി വീരനായ വിജയേഷുവായ ചരിത്രത്തിന്റെ അന്നും ഇന്നും എന്നും ഏതൊരു ഉമറിന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാവോ? ആ ഉമറിനെ ഒരു ഉമ്മ വന്നിട്ട് റോഡിൽ പിടിച്ചു നിർത്തുക. ഏ ഉമർ, അമീറുൽ മുഅ്മിനീൻ, താങ്കളാണോ ഈ മഹറിന്റെ കാര്യത്തിൽ പരിധി നിശ്ചയിച്ചത്? റളിയല്ലാഹു പറഞ്ഞു, അത് ആണുങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തോണ്ടൊരു പരിധി ഞാൻ നിശ്ചയിച്ചു. ആ ഉമ്മ തിരിച്ചു ചോദിച്ചു, അള്ളാന്റെ റസൂല് ഞങ്ങൾക്ക് നിശ്ചയിക്കാത്ത പരിധി ഉമറെ നിങ്ങൾക്ക് എങ്ങനെ നിശ്ചയിക്കാൻ പറ്റും? പട്ടാപ്പകലെ പരസ്യമായി പിടിച്ചു നിർത്തിയിട്ട് ഭരണാധികാരിയെ ചോദ്യം ചെയ്യുക. ഇവിടെ ആണെങ്കിൽ പറഞ്ഞേനെ കടക്ക് പുറത്ത് എന്തൊക്കെ കൊല്ലാപ്പോൾ ഉണ്ടായേനെ. പട്ടാപ്പകല് പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുക. ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകി. ഉമർ പറഞ്ഞു, ഉമറിന് തെറ്റുപറ്റി. എന്റെ ആ തീരുമാനം തെറ്റായി പോയി. ഈ ഉമ്മ, ഈ സ്ത്രീ ഉമറിനെ തിരുത്തിയിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആ നിയമം മാറ്റി. മഹറിന് ഒരു പരിധിയില്ല. ഞാനിത് പറഞ്ഞത് പരസ്യമായി തന്നെ ചോദ്യം ചെയ്യാൻ പോലും ജനങ്ങൾക്ക് അവകാശം ഉമർ റളിയല്ലാഹു അൻഹു കൊടുക്കുമായിരുന്നു. തന്നെ ചോദ്യം ചെയ്യാനുള്ള അവകാശം, തന്റെ തെറ്റുകൾ തിരുത്താനുള്ള അവകാശം കൊടുക്കും. എല്ലാ ജനങ്ങൾക്കും തുല്യ അവകാശമായിരുന്നു. അവർക്ക് ജീവിക്കാൻ, അവർക്ക് താമസിക്കാൻ തുല്യ അവകാശം. ഓരോ മതത്തിൽപ്പെട്ടവർക്കും അവരവരുടേതായ സംരക്ഷണം ഉമർ റളിയല്ലാഹു അൻഹു കൊടുക്കും. മതം നോക്കിയിട്ട് വീട് പൊളിക്കുന്നില്ല, മതം നോക്കിയിട്ട് പള്ളി പൊളിക്കുന്നില്ല, അവകാശങ്ങൾ ഇല്ലാതാക്കുന്നില്ല. ഒരു ദിവസം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്ത് വരികയാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ പ്രദേശത്തുള്ളവർ വിദൂരത്തുള്ള
ഒരു ജൂത കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് പരാതി അയക്കുകയാ. എന്താണ് അതിൽ പറയുന്നതെന്നറിയുവോ? അല്ലയോ ഉമർ തങ്ങളേ, താങ്കളുടെ ഭരണത്തിന്റെ കീഴിലുള്ള ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണാണ് ഞാൻ. എന്നാലോ ഇന്നിതാ എന്റെ വീടെനിക്ക് നഷ്ടമാവുകയാണ്. താങ്കൾ ഭരണമേൽപ്പിച്ചിരിക്കുന്ന ഗവർണർ എന്റെ വീട് നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയാ. എന്നിട്ടതിൽ വിശദമായി എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ ഭരണാധികാരി ഇവിടെ പള്ളി വിശാലമാക്കുന്നതിന്റെ ഭാഗമായി പള്ളിക്ക് തൊട്ടടുത്തുള്ള എന്റെ വീട് വിലക്ക് ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, വർഷങ്ങളായി താമസിക്കുന്ന വീട് എനിക്ക് വിട്ടുതരാൻ പറ്റൂല. എനിക്ക് എന്റെ കുടുംബത്തിലെ കാരണവന്മാരായി കൈമാറി നൽകപ്പെട്ട വീടാ, അതുകൊണ്ട് ഈ വീട് തരാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ടും പലപ്പോഴും പല വിലയുമായി വന്നിട്ടും എനിക്ക് നൽകിയില്ല. അങ്ങനെ പിന്നീട് ഒരിക്കൽ വന്ന് ബലം പ്രയോഗിച്ചെന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് ഇപ്പോൾ എനിക്കൊരു വലിയ വീട് സമ്മാനമായി തരികയാ. എന്നാൽ ഉമർ തങ്ങളേ, ഞാനിതിൽ തൃപ്തയല്ല. എനിക്ക് എത്ര തന്നെ പണം തരുമെന്ന് പറഞ്ഞാലും, എനിക്ക് എത്ര വലിയ വീട് തരാമെന്ന് പറഞ്ഞാലും എന്റെ ആ പഴയ വീട് ഉപേക്ഷിച്ച് ഒരു പുതിയ വീട്ടിലേക്ക് പോകാൻ ബഹുമാനനായ ഉമർ തങ്ങളെ എന്നെക്കൊണ്ട് കഴിയൂല. ആ സ്ത്രീ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് പരാതി അയക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വിശാലമായ പ്രവിശ്യയുടെ കീഴിലുള്ള ഗവർണറെ മദീനയിൽ വിളിച്ചു വരുത്തുകയാ. എന്നിട്ട് അദ്ദേഹത്തോട് കാര്യമന്വേഷിക്കുകയാ. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമർ തങ്ങള്, നമ്മൾ ഭരണം നടത്തുന്ന രാജ്യത്ത് ജനങ്ങൾ ഒരുപാട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. എല്ലാവർക്കും നിസ്കരിക്കാനുള്ള സൗകര്യം നമ്മുടെ പള്ളിക്കുള്ളിൽ ഇല്ലാതെയായി പോയി. ജുമുഅ ജമാഅത്തുകൾ നടത്തുമ്പോൾ പലരും പള്ളിക്ക് പുറത്താ നിസ്കരിക്കുന്നത്. അങ്ങനെ പള്ളി വിശാലമാക്കുന്നതിന്റെ ഭാഗമായി തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ വലിയ പണം കൊടുത്തുകൊണ്ട് നമ്മൾ വാങ്ങുകയാ. ആ സ്ഥലത്തേക്ക് പള്ളി വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാ. അങ്ങനെയാ തൊട്ടടുത്തൊരു ജൂത പെണ്ണിന്റെ വീടുണ്ടെന്നറിഞ്ഞത്. ആ വീട് നമ്മൾ വിലക്ക് ചോദിച്ചു. അവരാ വീട് തരാൻ തയ്യാറായില്ല. പലപ്പോഴും ആളെ അയച്ചു, അവരത് വിൽക്കാൻ തയ്യാറല്ല. ഞാൻ തന്നെ നേരിട്ട് പോയി അവരുടെ വീടിന് പകരമായി ഇരട്ടി വില കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടും പള്ളിയുടെ വിശാലതയ്ക്ക് വേണ്ടി ആ വീട് തരാനാ മുസ്ലിമായ പെണ്ണ് തയ്യാറാകുന്നില്ല. അവസാനം അവരുടെ ആ വീടിന് ഇരട്ടി വില കൊടുക്കുകയും അവരുടെ വീടിനേക്കാൾ വലിയൊരു വീടൊരുക്കുകയും ചെയ്തിട്ട് അവരെ ബലമായി ആ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാ ചെയ്തത്. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ലോ, കോർപ്പറേറ്റ് മുതലാളിമാർക്ക് കച്ചവടം നടത്താൻ വേണ്ടിയിട്ടല്ല. അദാനിക്കും അംബാനിക്കും വലിയ കമ്പനികൾ പണിയാൻ വേണ്ടി ജനങ്ങളെ കുടിയൊഴിപ്പിച്ചതല്ല. അതല്ല എങ്കിലോ മറ്റേതെങ്കിലും കാര്യത്തിനല്ല. ആ ഗവർണർ ബോധിപ്പിക്കുന്ന തങ്ങളെ, പള്ളിയുടെ വിശാലതയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവരെ കുടിയൊഴിപ്പിച്ചത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കോപം കൊണ്ട് ജ്വലിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ ചുമന്നു. ആ ഉമർ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാ, അല്ലാഹുവിന്റെ പള്ളി വിശാലമാക്കാൻ ഒരു പാവപ്പെട്ട പെണ്ണിനെ തന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയോ ഒരിക്കലും നടക്കൂല. ഉമർ റളിയല്ലാഹു അൻഹു ഉത്തരവിറക്കി, എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് അവരുടെ വീട് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. പള്ളിയുടെ വിശാലത കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഉമറിന്റെ ഭരണത്തിന്റെ കീഴിൽ ഒരാളും ബുദ്ധിമുട്ടാൻ പാടില്ല. അവരുടെ വീട് അവർക്ക് തിരിച്ചു കൊടുക്കുക. അവർക്ക് കൊടുത്ത പണം തിരികെ വാങ്ങാൻ പാടില്ല. അവർക്ക് കൊടുത്ത പുതിയ വീട് തിരികെ വാങ്ങാൻ പാടില്ല. എന്ന് മാത്രമല്ല, അവരെ ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും നഷ്ടപരിഹാരം അവരാവശ്യപ്പെട്ടാൽ അതുകൂടി അവർക്ക് കൊടുത്തിട്ട് അവരുടെ കാര്യമൊക്കെ സമാധാനമാക്കിയിട്ട് നിങ്ങളുടെ ഗവർണർ സ്ഥാനം രാജിവെച്ചിട്ട് മദീനയിലേക്ക് മടങ്ങി വരിക. ഒന്ന് ചിന്തിക്കട്ടെ, അല്ലാഹുവിന്റെ പള്ളി വിശാലമാക്കുന്ന കാര്യത്തിൽ പോലും ഒരു മുസ്ലിമായ സ്ത്രീയെ പോലും ഉമർ റളിയല്ലാഹു അൻഹു പരിഗണിച്ചു എങ്കിൽ ഇന്ത്യക്ക് വേണ്ടത് ഇങ്ങനെയുള്ള ഭരണമല്ലേ? ഇന്ത്യ രാജ്യം കൊതിക്കുന്നത് ഖത്താബിന്റെ മകൻ ഉമറിന്റെ ഭരണമല്ലേ? അതുകൊണ്ട്
സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വർത്തമാന കാലഘട്ടത്തിലും ഉമറിന്റെ പ്രസക്തി എന്തെന്നറിഞ്ഞ് ആരാ ഉമറുൽ ഫാറൂഖ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഉമറിനെ പിൻപറ്റുവാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.